തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്ന വാർത്തയാണ് വരുന്നത്. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി എന്നും വാർത്ത വരുന്നുണ്ട്. ഇത് അലക്സ് റാം മുഹമ്മദ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തരും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കാര്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞിരുന്നതാണ്. മാത്രമല്ല, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിൽ വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? അലക്സ്. ദിലീപ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് ആശ്വസിക്കാം. വൈഷ്ണ സുരേഷിന് മുട്ടടയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച KSUവിന്റെ നേതാവ് 24 വയസ്സുകാരി വൈഷ്ണ സുരേഷിന് മത്സരിക്കാൻ കളമൊരുങ്ങുന്നു വീണ്ടും എന്നുള്ളതാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയ വൈഷ്ണ സുരേഷിന്റെ പേര് പുനഃസ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. ആ നടപടി റദ്ദാക്കിക്കൊണ്ട് വീണ്ടും 27ാം വാർഡായ മുട്ടടയിൽ വൈഷ്ണ സുരേഷിന്റെ പേര് ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തരത്തിൽ ഉത്തരവ് പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവരമാണ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വൈഷ്ണയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്നലെ വൈഷ്ണ സുരേഷിനെയും ഒപ്പം പരാതിക്കാരൻ ധനേഷ് കുമാറിനെയും ഒപ്പം മറ്റുള്ളവരെയും, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും അതുപോലെ കോർപ്പറേഷൻ ജീവനക്കാരെയും അടക്കം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേട്ടിരുന്നു. അവരെ വിശദമായി കേട്ടു. അവർ തന്ന രേഖകൾ പരിശോധിച്ചു. ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക പ്രദേശത്തെ സാധാരണ താമസക്കാരാണെങ്കിൽ വാസസ്ഥലം മാറ്റുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ തിരിച്ചറിയൽ സാധിക്കുമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹരാണ് എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർമാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. തദ്ദേശ സ്ഥാപനം നൽകുന്ന വീട്ടു നമ്പരോ ഉടമസ്ഥാവകാശമോ വാടക കരാറോ ഒന്നും ഇതിലേക്ക് ആവശ്യ രേഖകളല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. എന്നാൽ ഇതിന്റെ അന്തസത്ത ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഉൾക്കൊണ്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ രേഖകൾ ഹാജരാക്കാൻ വൈഷ്ണ സുരേഷിന് ആവശ്യമായ സമയം അനുവദിച്ചില്ല. ഒപ്പം വൈഷ്ണ സുരേഷിനെ കേട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ കോൺഗ്രസ് സംബന്ധിച്ച് ആശ്വസിക്കാം, വൈഷ്ണ സുരേഷിനെ സംബന്ധിച്ച് ആശ്വസിക്കാം. ഒരു 24 വയസ്സുകാരിക്ക് സാങ്കേതികത്വം പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കരുത്, വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേര് അനാവശ്യമായി നീക്കം ചെയ്യരുത് എന്ന് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശത്തിനെ ബലപ്പെടുത്തുന്ന തരത്തിൽ, അത് സാധൂകരിക്കുന്ന തരത്തിൽ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു.